ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പെഡിക്യൂറാണ് കേട്ടോ. നമ്മൾ പറയാറില്ലേ, ഒരാളുടെ വൃത്തി അറിയണമെങ്കിൽ അയാളുടെ കാലിൽ നോക്കിയാൽ മതിയെന്ന്. അത് സത്യമാണ് കേട്ടോ. നമ്മൾ മാസത്തിൽ ഒരു വട്ടമെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കണം. ഞാൻ ഈ ഉണ്ടാക്കുന്ന പാക്ക് നമ്മളെ വീട്ടിൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ കുറച്ച് സമയം നമുക്ക് ഇതിന് വേണ്ടിയൊക്കെ മാറ്റി വെക്കണം കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന പാക്ക് നമുക്ക് വീട്ടിൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ മാസത്തിൽ 2 വട്ടമെങ്കിലും നമ്മളിത് ഉപയോഗിച്ച് നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ ഈ കാണിച്ചേക്കുന്ന പോലെ ഒരു ബേസിനെടുക്കുക. അതിനകത്ത് ചെറു ചൂടുവെള്ളം, നമ്മൾ കാല് മുക്കി വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറു ചൂടുവെള്ളം എടുക്കുക. അതിനകത്ത് ബേക്കിംഗ് സോഡ അത് നമ്മൾ ആഡ് ചെയ്യുക. എന്നിട്ട് നല്ല രീതിയിലത് മിക്സ് ചെയ്യണം. അതിനുശേഷം നമ്മളെ വീട്ടിൽ ഏത് ഷാമ്പു ആയാലും കുഴപ്പമില്ല. നമ്മൾ ഏതൊരു ഷാമ്പു എടുത്തിട്ടും നമുക്ക് ഇന്ന ഷാമ്പു ഒന്നുമില്ല, ഏത് ഷാമ്പു ആയാലും കുഴപ്പമില്ല, അതെടുത്ത് നമ്മൾ ആ വെള്ളത്തിലോട്ട് ആഡ് ചെയ്യണം. നമുക്കൊരു കുറച്ച് ഒന്ന് ജസ്റ്റ് നമുക്കറിയാമല്ലോ എത്ര ആഡ് ചെയ്യണം. ആ കാണിച്ചേക്കുന്ന രീതിയിൽ ആഡ് ചെയ്തിട്ട് ഒരു ലെമണിൻ്റെ ഹാഫ് ഇടണം. എന്നിട്ട് നമ്മൾ ആ കാല് ആ വെള്ളത്തിലോട്ട് മുക്കി വയ്ക്കണം. കുറച്ച് നേരം അത് മുക്കി വയ്ക്കണം. എന്നാലേ നമ്മളെ ആ കാലിലെ അഴുക്കും അതും ഇതൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് സോഫ്റ്റ് ആവത്തുള്ളൂ. നമുക്ക് കഴുകി കളയുമ്പോൾ എളുപ്പത്തിൽ പോകാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് നമ്മൾ ആ നാരങ്ങ കൊണ്ട് നമ്മൾ ആ കാല് നല്ലോണം സ്ക്രബ് ചെയ്യണം. നല്ല രീതിയിൽ സ്ക്രബ് ചെയ്യണം. ഞാൻ സ്പീഡിലാണ് കാണിക്കുന്നത്. നിങ്ങൾ നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് നല്ല രീതിയിൽ സ്ക്രബ് ചെയ്യണം. നമ്മളെല്ലാ സൈഡിലും നമ്മൾ നഖത്തിൻ്റെ ഭാഗങ്ങളിലും നഖം എല്ലാം ആ കാൽഭാഗത്ത് ഫുള്ള് നമ്മൾ ആ ഒരു ഹാഫ് നാരങ്ങ കൊണ്ട് നമ്മൾ മൊത്തം അത് വൃത്തിയാക്കണം. ഇങ്ങനെ സ്ക്രബ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുള്ള ആ അഴുക്കുകളൊക്കെ സോഫ്റ്റായി നമുക്കിനി അടുത്ത് ഓരോ ചെയ്യുമ്പോൾ നമുക്കത് പെട്ടെന്ന് രീതിയിൽ റിമൂവ് ആവാൻ വേണ്ടിയാണ് ഞാൻ ഈ രീതി ചെയ്യുന്നത്, സോഫ്റ്റായിട്ട്. എന്നിട്ട് നിങ്ങളെ വീട്ടിൽ ഏത് ഒരു ടൂളായാലും നിങ്ങൾക്ക് മിക്ക വീട്ടിലും കാണും ഇങ്ങനെ കാല് വൃത്തിയാക്കുന്നത്. ഇതിപ്പോൾ ഞാനൊരു ചെറിയൊരു സ്റ്റോണാണ് എടുത്തത്. അപ്പം സ്റ്റോണൊന്നും ഇല്ലെങ്കിൽ വീട്ടിൻ്റെ മുറ്റത്ത് തുണിക്കല്ല് കാണുമല്ലോ, അതായാലും കുഴപ്പമില്ല. അതിനകത്ത് കൊണ്ടിട്ട് കാല് നല്ല വൃത്തിയായിട്ടൊന്ന് ഉരച്ച് കഴുകുക. അപ്പോൾ നമ്മൾ അവിടുത്തെ ആ ഒരു ഡ്രൈ ആയിട്ടുള്ള സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ആവാൻ വേണ്ടിയാണ്. ഞാനിവിടെ ജസ്റ്റ് ഒരു സ്റ്റോൺ പോലൊരു സാധനം മേടിച്ചായിരുന്നു, അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. മിക്ക വീട്ടിലും കാണും ഇത്. അപ്പോൾ പിന്നെ നമ്മൾ നല്ല രീതിയിൽ സോഫ്റ്റായിട്ട്, ഞാനിത് സ്പീഡിലാണ് കാണിക്കുന്നത്. എന്നിട്ട് നമ്മളൊരു ബ്രഷ് എടുക്കുക. ഒരു ബ്രഷിനകത്ത് നമുക്ക് കുറച്ച് ഷാമ്പു അതിനകത്ത് ആഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ ആ നെയിലിൻ്റെ ഭാഗത്തെല്ലാം നല്ല രീതിയിൽ നമ്മളത് ബ്രഷ് ചെയ്ത് നല്ല രീതിയിൽ ഓരോ നെയിലും നല്ല രീതിയിൽ തന്നെ നമ്മൾ ബ്രഷ് ചെയ്യണം. എന്നാലേ അതിനകത്ത് എല്ലാം അഴുക്കുകൾ ഇളകി പോകത്തുള്ളൂ. നല്ല രീതിയിൽ ചെയ്യണം. ഞാൻ സ്പീഡിലാണ് കാണിക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പം ഒരു ടൈം എടുത്ത് ചെയ്യണം. നമ്മളിത് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ച് ടൈം കണ്ടെത്തി വേണം ചെയ്യാൻ. ചുമ്മാതെ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അത് ടൈം കണ്ടെത്തി നമ്മൾ അതിന് ചെയ്യണം. പിന്നെ നമ്മൾ ഒരു പിന്ന്, ഇത് വീട്ടിലെല്ലാവർക്കും കാണുമല്ലോ, ആ പിന്നെടുത്ത് നമ്മൾ ആ നഖത്തിൻ്റെ എല്ലാ സൈഡിലും നല്ല രീതിയിൽ നമ്മൾ ആ അഴുക്കൊക്കെ അങ്ങ് ചുരുട്ടിക്കളയണം. നല്ല രീതിയിൽ ഈ സാധനം പിന്നെ എല്ലാവരും വീട്ടിലുള്ളതാണ്, അവിടെ പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ല, എല്ലാവരും വീട്ടിൽ കാണുന്നതാണല്ലോ. അപ്പം അത് നല്ല രീതിയിൽ വൃത്തിയാക്കി നഖത്തിൻ്റെ എല്ലാ സൈഡും നല്ല രീതിയിൽ ഈ ഒരു സാധനം മാത്രം മതി. വേറെ പ്രത്യേകിച്ച് നമ്മൾ കടയിൽ നിന്ന് മേടിക്കൊന്നും വേണ്ട. നമ്മളെ വീട്ടിലുള്ള സാധനം മാത്രം മതി. ഇതിന് വേണ്ടി കുറച്ച് ടൈം കണ്ടെത്തണമെന്ന് മാത്രമേ ഉള്ളൂ. എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് കുറച്ച് ടൈം നമുക്ക് അതിന് വേണ്ടി മാറ്റി വെക്കണം. നമ്മൾ ഇടാപിടാന്ന് പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വൃത്തിയായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് കുറച്ച് ടൈം നമുക്ക് ഫ്രീ ആയിട്ടുള്ള ടൈം കിട്ടുമ്പം ഈ കാര്യം ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. മറ്റേ കാലിലും അതുപോലെ വൃത്തിയാക്കണം. ഇതിപ്പം ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഇതിപ്പം ചെയ്യുവാണെങ്കിൽ ഫാമിലിയുള്ള എല്ലാവരും ഞങ്ങൾ ചെയ്യും. അപ്പം പിന്നെ ഒരു ദിവസം നമുക്ക് ഇതിന് വേണ്ടി കുറച്ച് ടൈം മാറ്റി വെച്ച് കഴിഞ്ഞാൽ വീട്ടിലുള്ള എല്ലാവരുടെയും കാല് വൃത്തിയാവും. അതുകൊണ്ട് ഞാൻ ഇതിന് വേണ്ടി കുറച്ച് ടൈം മാറ്റി വയ്ക്കും. നല്ല രീതിയിലാണ് ചെയ്ത്. എന്നിട്ട് നമ്മൾ നെയിൽ കട്ട് ചെയ്ത് കൊടുക്കണം. അടുത്ത സ്റ്റെപ്പിലാണ് നല്ല രീതിയിൽ നെയിൽ കട്ട് ചെയ്ത് അതിനൊന്ന് ഷേപ്പ് ആക്കണം. എന്നിട്ട് നമ്മൾ പിന്നെ ആ നാരങ്ങ വെച്ച് നല്ല രീതിയിലൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. ഇനി എന്തെങ്കിലും അഴുക്കുകളുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയാണ് നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഓൾറെഡി എല്ലാ അഴുക്കും പോയി കാണും. ഇപ്പം തന്നെ നമ്മൾ ഇത്രയും വൃത്തിയാക്കുമ്പോൾ തന്നെ എല്ലാ അഴുക്കും പോയി കാണും. എന്നിട്ട് നല്ല രീതിയിൽ നമ്മൾ കാലൊന്ന് വൃത്തിയായി കഴുകണം. എന്നിട്ട് നമ്മളൊന്ന് തുടച്ചിട്ട് നമ്മളിനി അടുത്ത് സ്ക്രബ് ഇടാനാണ് പോണത്. ആ സ്ക്രബിന് വേണ്ടിയുള്ള ആവശ്യമായ സാധനങ്ങൾ എന്തെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇത് കോഫി പൗഡറാണ്. ഞാനിത് വീട്ടിലുള്ള എല്ലാവർക്കും കൂടെ ചെയ്യുന്ന രീതിയിലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഒരാൾക്ക് വേണ്ടി മാത്രമാണെങ്കിൽ അതനുസരിച്ച് എടുത്താൽ മതി. എന്നിട്ട് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ നാരങ്ങ നീര്, ഇത്ര സാധനം മാത്രം മതി. നമുക്ക് സ്ക്രബ് റെഡിയാണ്. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മളത് കാലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. കാലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ നമ്മൾ 2 കാലിലും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്ത് ഒന്ന് സ്ക്രബ് ചെയ്യണം. നല്ല രീതിയിലൊന്ന് സ്ക്രബ് ചെയ്ത് എല്ലാ ഭാഗങ്ങളും, ഞാൻ സ്പീഡിലാണ് കാണിക്കുന്നത്, നിങ്ങൾ അതിനുവേണ്ടി സമാധാനമായി സ്ലോ ആയിട്ട് പതുക്കെ ചെയ്യണം. നല്ല രീതിയിലാണ് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു ഗ്ലോ കിട്ടും. എന്നിട്ട് നമ്മൾ വാഷ് ചെയ്തിട്ട് വരണം. അപ്പോൾ നമ്മളെ സ്ക്രബ് കഴിഞ്ഞു. നല്ല രീതിയിൽ അതിനൊന്ന് തുടച്ചെടുക്കണം. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ടൈം ഇതിന് വേണ്ടി മാറ്റി വെക്കണം. പക്ഷേ അതിൻ്റെ റിസൾട്ട് വലിയൊരു റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് പാക്കാണ് ഇടേണ്ടുള്ളത്. പാക്കിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഈ പാക്ക്. നമ്മളെല്ലാം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ റെഡിയാക്കി വെച്ചേക്കണം.
ഇത് കടലമാവാണ്. കടലമാവ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ചെയ്യുന്നത്. നിങ്ങൾക്കാണെങ്കിൽ അത്രയും വേണ്ട. എന്നിട്ട് ഇതിൻ്റെ കൂടെ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യണം. അപ്പോൾ ഒരു കാലിന് ഡ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് മാറാൻ വേണ്ടിയാണ് ഇത് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നാരങ്ങ നീര് ഇതും കൂടെ മിക്സ് ചെയ്യണം. ഇത്ര സാധനങ്ങൾ മാത്രം മതി. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് അത് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നാലേ അത് സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഈ ഒരു രീതി കിട്ടണം. എന്നാലേ നമ്മൾ കാലിൽ അപ്ലൈ ചെയ്യുമ്പം സ്മൂത്തായിട്ട് പോകത്തുള്ളൂ. എന്നിട്ട് നമ്മളൊന്ന് അപ്ലൈ ചെയ്യണം. നല്ല രീതിയിൽ നമ്മളതിന് 2 കാലും നല്ല രീതിയിൽ അപ്ലൈ ചെയ്യണം. കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്. എന്നിട്ട് നമ്മൾ പോയി വാഷ് ചെയ്തിട്ട് വന്നിട്ട് നമ്മുടെ വീട്ടിലുള്ള ഏതൊരു ബോഡി ലോഷനായാലും കുഴപ്പമില്ല, അത് നമ്മൾ നല്ല രീതിയിൽ കാലിൽ നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്യണം. നമുക്ക് ഇഷ്ടപ്പെട്ട ഏതൊരു നെയിൽ പോളിഷ് ആണെങ്കിൽ നെയിൽ പോളിഷ് നമുക്ക് ഇട്ട് കാല് നമുക്ക് കുറച്ചും കൂടെ ഭംഗിയാക്കാം. നമ്മളങ്ങനെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ പെഡിക്യൂർ ചെയ്ത് കഴിഞ്ഞു. ഇത് നമ്മളെ വീട്ടിലുള്ള എല്ലാവർക്കും നിങ്ങൾ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇതിൻ്റെ റിസൾട്ട് കിട്ടും. ഞാൻ പറഞ്ഞില്ല, മാസത്തിൽ 2 വട്ടങ്ങൾ നമ്മളിത് കുറച്ച് ടൈം മാറ്റി വയ്ക്കണം. അതിൻ്റെ റിസൾട്ട് വലുതായിരിക്കും. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെ പുതിയ പുതിയ നല്ല നല്ല വീഡിയോസായി ഇനിയും വരുന്നതാണ്. ഓക്കെ, ബൈ ബൈ.